ദേശീയപാതയിലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഏറ്റവും മോശമായ ഒരു പ്രവൃത്തി. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഉച്ചയ്ക്ക് ഈ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം ആദ്യം ഈ കുഴിയിലേക്ക് വീണ് ഇവിടെ ഓട നിർമ്മിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 3 സ്ഥലങ്ങളിൽ നിന്ന് ഓടകൾ വന്ന് സംഗമിക്കുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ KSEBയുടെ ആ പോസ്റ്റ് മാറ്റുന്നതിൻ്റെ ഭാഗമായി കുറച്ച് ഇടത്ത് ഈ ഓട നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല. ആ പ്രദേശമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. വാഹനങ്ങൾ കടന്നുപോയ സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. അപ്പോൾ ഇവിടെ ഓട കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മണ്ണിടിയാൻ തുടങ്ങി. അപ്പോഴത്തെ ഇവിടെ ഉള്ളവരെല്ലാവരും പറയുന്നുണ്ട്, ഇത് ഇനി കുടിച്ചുകൊണ്ടിരുന്ന ഇത് ഇടിഞ്ഞ് വീഴത്തേ ഉള്ളൂ, സർവീസ് റോഡ് ഇടിഞ്ഞ് വീഴത്തേ ഉള്ളൂ, ഇതിനുള്ള മാർഗം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം പണി നിർത്തി വെച്ച് വന്ന് നോക്കിയപ്പോൾ ഇവിടുന്ന് മണ്ണിടിഞ്ഞ് പൂർണ്ണമായിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നോക്കുന്നത് ഈ വലിയ പാവം മൊത്തത്തിൽ ഇടിഞ്ഞ് താഴോട്ട് വീഴുകയാണ്. സമീപത്തെ വീടുകളിലേക്കൊക്കെ തന്നെ പല സമയങ്ങളിലും മഴക്കാലങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ഈ ഓടയൊന്ന് വൃത്തിയാക്കി ജല ഒഴുകുന്നത് സുഗമമാക്കണമെന്നുള്ള ആവശ്യം ജനങ്ങൾ പലകുറി ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അതിന് തയ്യാറായില്ല. ആ വീട്ടിലും കടയിലും അവിടെ എല്ലാം വെള്ളം വരുന്നുണ്ട്. കടയിലും അവിടെയുണ്ട്. ആ ലൈൻ കംപ്ലീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ആ കാണുന്ന ലൈനിൽ കംപ്ലീറ്റ് വെള്ളം കയറും. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടേക്ക് എത്തിയില്ല. ഈ കമ്പനി കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതരിൽ ഒരു സേഫ്റ്റി ഓഫീസർ മാത്രമാണ് ഇവിടേക്ക് എത്തിയത്. The thing is that we have to complete this drain to avoid any water logging. Okay? Within a very short time, 3 to 4 days. And for traffic, we need to help from SHO. സമീപത്ത് ഒരു NS സഹകരണ ആശുപത്രി, ഒട്ടേറെ രോഗികൾ എത്തുന്ന ആശുപത്രിയാണ്. തൊട്ട് സമീപത്തൊരു സ്വകാര്യ മെഡിക്കൽ കോളേജുണ്ട്, സ്കൂളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ 3 മണി മുതൽ 5 മണി വരെയൊക്കെ തന്നെ വലിയ രീതിയിൽ തിരക്കുണ്ടാകുന്ന പ്രദേശമാണ്. ദേശീയപാതയുടെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. അതുവഴി ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കില്ല. കാര്യം അത്രയ്ക്ക് സുരക്ഷാ പ്രശ്നമുണ്ട് എന്നാണ് ഇപ്പോൾ പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനമാണ്. അതൊന്ന് നിരീക്ഷിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ ഷാനാസ് പൈതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.